ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. അതിജീവനത്തിനെന്നതിനേക്കാളേറെ അറിവിനു വേണ്ടി മനുഷ്യൻ നടത്തിയ സഞ്ചാരങ്ങളുടെ കഥയ്ക്ക് മാനവരിത്രത്തോളം പഴക്കമുണ്ട്. ഏതൊരു കാലത്തും എല്ലാ ദേശങ്ങളിലും അതിന് ആവർത്തനങ്ങളുണ്ടായി. ഷെബായിലെ രാജ്ഞിയുടെ കഥയൊക്കെ യേശു പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒരാളുടെ ഉള്ളിൽ ഒരു തരി വെട്ടമുണ്ടെന്നറിഞ്ഞപ്പോൾ സോളമനാണത്. അപകടം പിടിച്ച കപ്പൽ യാത്രകൾ നടത്തി അയാളിലേക്ക് എത്തിയ ആ ജ്ഞാനത്തിൻ്റെ സഞ്ചാരം ചെയ്യാൻ തയ്യാറായ ആ സ്ത്രീ. യേശു അവളെ ശ്ലാഘിക്കുന്നുണ്ട്. എല്ലാ ജ്ഞാനസഞ്ചാരങ്ങൾക്കകത്തും അപകടമുണ്ട്. ഭൗതികമായ അർത്ഥത്തിൽ മാത്രമല്ല, പല അർത്ഥത്തിലും. അങ്ങനെ അപകടം പിടിച്ച യാത്ര നടത്തി യേശുവിലേക്ക് എത്തി വന്ന ഒരു ജ്ഞാനസഞ്ചാരിയുടെ പേരാണ് നിക്കദേമൂസ്. നിക്കദേമൂസിന് സ്തുതിയുടെ മേലങ്കി എന്ന് പറഞ്ഞ് KP അപ്പൻ്റെ ഭംഗിയുള്ളൊരു ലേഖനമുണ്ട്. ഈ രാത്രിയിൽ നമുക്ക് വാക്കുകൊണ്ട് നിക്കദേമൂസിന് സ്തുതിയുടെ മേലങ്കി നൽകാം. യോഹന്നാൻ അയാളെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച് തരുന്നുണ്ട്. അയാൾ ആരാണെന്നൊക്കെ ഉള്ളത്. അയാൾ നിശ്ചയമായിട്ടും ആ ദേശത്തിലെ പ്രമുഖനായൊരു വ്യക്തിയായിരുന്നു. സൻഹദ്രിൻ സംഘത്തിൽപ്പെട്ട ഒരാളെന്നാണ് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. സൻഹദ്രിൻ എന്ന് പറയുന്നത് ആ ദേശത്തിൻ്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സുപ്രീം ഗവർണിംഗ് ബോഡിയാണ്. 70 പ്രധാനപ്പെട്ട പേരുണ്ടെങ്കിൽ ആ 70 പേരിലൊരാൾ ഒരു ദേശത്തിൽ 70 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ മനുഷ്യനുണ്ട്. ധനവാനായിരുന്നുള്ളതിന് വേറെ തെളിവുകളുണ്ട്. ഈശോ മരിച്ചതിന് ശേഷം ഒത്തിരി സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന് യേശുവിൻ്റെ മൃതശരീരത്തൊക്കെ പൊതിയുന്നത് അരിമത്തക്കാരൻ ജോസഫും ഈ നിക്കദേമൂസും കൂടി ചേർന്നിട്ടാണ്. വയോധികനാണെന്ന് കൂടി നമുക്കൊരു ധാരണ കിട്ടുന്നുണ്ട്. കാരണം യേശു വീണ്ടും പിറവിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് പിറക്കാനാവെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ ഈ മനുഷ്യൻ്റെ ആ പ്രായത്തിൻ്റെ സൂചനകളുണ്ടെന്ന് പോലും വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്നു. പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അന്വേഷണങ്ങളും ജ്ഞാനസമ്പാദനവും ഒക്കെ ഈ ജീവിതത്തിൻ്റെ ആ യൗവനകാലത്തിന് വേണ്ടിയാണ്. ഏതൊരു കാലത്തും തുടരേണ്ട ചില അന്വേഷണങ്ങളുണ്ട്. ഏതൊരു കാലത്തിലും ഒരാൾ അനുവർത്തിക്കേണ്ട ചില സത്യാന്വേഷണ പരീക്ഷകളുണ്ട്. പ്രായം അതിനൊരു നിശ്ചയമായിട്ടൊരു തടസ്സമല്ല. ആ ഒരു ബുദ്ധകഥയിലൊക്കെ വായിച്ച് കേൾക്കുന്ന കണക്ക് പുഴയിൽ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് കുനിഞ്ഞ ഒരു കുട്ടി ആ പുഴയിൽ ഒരു കിളിയുടെ പ്രതിബിംബം കണ്ടു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പകിട്ടുള്ള വർണ്ണച്ചിറകളുമായിട്ട് ഒരു കിളി. ഒന്ന് തലയുയർത്തി നോക്കിയപ്പോൾ കിളി പറന്നുപോയി. ഇത്തരമൊരു കിളിയെക്കുറിച്ച് അവൻ പറയുമ്പോൾ ആർക്കും അവന് വിശ്വാസമില്ല. അവൻ്റെ കെട്ടുകഥയാണെന്നാണ് പറയുന്നത്. നീ കണ്ടോന്ന് അവർ ചോദിക്കുന്നത്. കണ്ടെന്ന് അവനെങ്ങനെ പറയാൻ പറ്റും? എന്നാൽ കണ്ടില്ലെന്നെങ്ങനെ പറയാൻ പറ്റുക? നിശ്ചയമായിട്ടൊരു പ്രതിബിംബം കണ്ടിട്ടുമുണ്ട്. ഒരാൾക്കും കുട്ടിയെ വിശ്വാസമില്ല. അങ്ങനെ ആ കഥയുടെ പേരിൽ അപഹസിക്കപ്പെട്ട് അവനവൻ്റെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോവുകയാണ്. യൗവനവും മധ്യാഹ്നവും ഒക്കെ കടന്നു പോവുകയാണ്. ഒടുവിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കേട്ടു ദൂരെ എങ്ങോ ഉള്ള ഒരു ഉന്നത ഗിരിശിഖയിൽ ഇങ്ങനൊരു കിളിയുടെ കൂടുണ്ടെന്ന്. കേട്ടുകേൾവി മാത്രമാണ്. എന്നിട്ടും ആ പ്രായത്തിൽ ആ കുന്ന് കയറാനായിട്ട് ഇയാൾ തയ്യാറാവുകയാണ്. സ്വാഭാവികമായിട്ട് അങ്ങേറ്റം വരെ എത്താനായിട്ട് അയാളുടെ പ്രായം അയാളെ സമ്മതിക്കില്ല. എവിടെയോ ഇയാൾ തളർന്നു വീഴുമ്പോൾ ഇയാളിങ്ങനെ കണ്ണുപൂട്ടുന്നതിനേക്കാൾ മുമ്പേ ഒരു തൂവൽ വന്ന് ഇയാളുടെ നെഞ്ചിലേക്ക് വന്ന് അടർന്നു വീഴുകയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പുഴയിൽ കണ്ട ആ കിളിയുടെ അതേ തൂവലായിരുന്നു. ഇതാണ് എല്ലാ ആത്മീയ അന്വേഷണങ്ങളും. കാര്യമായ വ്യക്തതയൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാലം പരിഹസിച്ചെന്ന് വരിക്കാം. എന്നിട്ടും ചില മനുഷ്യർ ഈ കണ്ണടയുവോളം ചില അന്വേഷണത്തിലാണ്. അങ്ങനെ ആ വാർദ്ധക്യത്തിൻ്റെ ഒടുവിലത്തെ യാമങ്ങളിലും അന്വേഷണം നടത്താൻ തയ്യാറായ ഒരു മനുഷ്യൻ. രാത്രികാലത്താണ് യേശുവിനെ തേടി വന്നെന്ന് ആ വേദപുസ്തകം പറയുക. 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, നിശ്ചയമായിട്ടും ഈ മനുഷ്യന് പകൽ വരാൻ പറ്റാത്ത വിധത്തിൽ ചില സാഹചര്യങ്ങളുണ്ട്. കാരണം യേശു എന്തൊക്കെയാണോ അതൊന്നുമല്ല ഈ മനുഷ്യൻ. യേശു അലഞ്ഞടക്കുന്ന മനുഷ്യൻ, ദരിദ്രനായ മനുഷ്യൻ, ആ നിയമങ്ങളെ കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കാതെ നിയമങ്ങളുടെ ഹൃദയശൂന്യതയെക്കുറിച്ച് കലഹിക്കുന്ന മനുഷ്യൻ. ഇങ്ങനെ ഇതൊക്കെ വിപരീത പദമാണ് വാസ്തവത്തിൽ നിക്കദേമൂസ്. അയാൾ ഫരിസേയനാണ്. ഫരിസേൻ എന്ന് പറയുന്നത് തന്നെ ഈ നിയമങ്ങളെ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കും. ഇന്ന് നമുക്ക് ഒരുപക്ഷെ പുതിയ നിയമം വായിച്ച് യേശു ഫരിസേയരോട് കലഹിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് നമുക്കതൊരു നെഗറ്റീവായ വേർഡായിരിക്കണം. പക്ഷേ യേശുവിൻ്റെ കാലത്ത് അത് വളരെ കുലീനമായൊരു വാക്കായിരുന്നു. നിയമങ്ങളിലൂടെ രക്ഷ പ്രാപിക്കുമെന്ന് കരുതിയ ചില മനുഷ്യർ അച്ചട്ട്
ഒരക്ഷരം മാറാതെ നിയമം പാലിക്കാൻ വേണ്ടി തീരുമാനിച്ച് സമൂഹങ്ങൾ രൂപപ്പെടുത്തിയായിരുന്നു ഈ ഫരിസേയ സമൂഹം. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽപ്പെട്ട ധനവാനായൊരു മനുഷ്യന് ഈ അലഞ്ഞു കിടക്കുന്ന മരപ്പണിക്കാരൻ്റെ അടുക്കലേക്ക് പോകുക എന്ന് പറയുന്നതിനകത്ത് പ്രഭാതം പകല് അത്ര ഭംഗിയുള്ള നേരമല്ല. അതിനകത്ത് അപകടമൊന്നും ഇല്ലെങ്കിൽ പോലും അപമാനകരമായിട്ട് എന്തോ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു വീക്ഷണം എന്ന് പറയുന്നത് ഈ രാവ് എന്തിനു വേണ്ടി എന്നുള്ള. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി എന്ന് പറയുന്നത് ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയാണ്. വേദം പഠിക്കുന്നതും സങ്കീർത്തനങ്ങൾ പാടുന്നതും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ രാത്രിയാമങ്ങളിലാണ്. നമുക്കൊരു കുഞ്ഞു കുഴപ്പം നമ്മുടെ പരിസ്ഥിതി സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ രാവുകൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. രാവുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മോഷണം ചെയ്യപ്പെടുക. അത് വിശേഷിച്ച് IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന മക്കൾക്ക് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ നന്നായിട്ട് വായിച്ചെടുക്കുന്നുണ്ട് ചില ജേർണലുകളിലൊക്കെ. അവരുടെ ജൈവഘടികാരം എന്ന് പറയുന്നൊരു കാര്യം പോലും ഇങ്ങനെ താറുമാറായെന്നൊക്കെ പറയുക. വലിയ ബുദ്ധിമുട്ട് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ ഇങ്ങനെ ഉണർന്നു പഠിക്കുക. വേറെ എവിടെയോ അത് പകലായതിൻ്റെ പേരിൽ മാത്രം നമ്മുടെ ദേശത്ത് ഇങ്ങനെ രാത്രിയിൽ ഇരിക്കേണ്ടി വരുന്ന മക്കൾ. രാത്രി ഇങ്ങനെ പകലിനിങ്ങനെ വലിച്ചു കിട്ടുന്ന നല്ലതല്ല. അതിൻ്റെ ഏറ്റവും ലളിതമായൊരു വിചാരം, നമ്മൾ ഈ നിയോൺ വിളക്കുകളൊക്കെ ഇട്ടിട്ട് ഈ പകലിനെ ഈ രാത്രിയെ പകലിനൊക്കെ പൊലിപ്പിച്ചെടുക്കുന്നു. ഭംഗിയുള്ള എല്ലാം സംഭവിക്കുന്ന രാത്രികാലങ്ങളിലാണ്. പൂക്കൾ വിരിയുന്നത്, മനുഷ്യർ സഖി അറിയുന്നത്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ രാവ് കുറേ കൂടി രാവായിട്ട് നിൽക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. ക്രൊസോവയുടെ ഡ്രീംസ് എന്ന് പറയുന്നൊരു ചിത്രം, അതിന് ചെറിയ ചെറിയ ചിത്രങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഒരു മസ്സി ഫിലിമാണ് അത്. കണ്ടിരിക്കുക എന്ന് പറയുന്നൊരു നമ്മുടെ കുറേ കൂടി നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന, വിപുലീകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. വിശേഷം ചെറിയ മക്കളുടെ ക്യാമ്പിലൊക്കെ അത് പ്രദർശിപ്പിക്കാറുണ്ട്. അതിനകത്ത് വില്ലേജ് എന്നും പറഞ്ഞൊരു ചെറിയൊരു ചിത്രമുണ്ട്. ഇങ്ങനെ കാര്യമായിട്ട് നാഗരികതയുടെ കടന്നാക്രമണം ചെന്നിട്ടില്ലാത്ത, കടന്നാക്രമണമല്ല, കാൽപ്പെരുമാറ്റം പോലും ചെന്നിട്ടില്ലാത്ത ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് നഗരത്തിൽ നിന്ന് ഒരു സഞ്ചാരി വരുന്നു. അതൊക്കെ ഈ കാണുന്നതൊക്കെ അത്ഭുതമാണ്, എല്ലാം അത്ഭുതമാണ്. ഈ ഗ്രാമീണരുടെ വളരെ ശാന്തമായ ജീവിതവും അവരെ തിരക്കില്ലാത്ത ജീവിതവും ഒക്കെ കണ്ടിട്ട് അയാൾക്ക് എല്ലാം അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്. സന്ധ്യയാകുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലേ, വൈദ്യുതി ഇല്ലേ? അപ്പോൾ ആ ഗ്രാമത്തിൽ മൂപ്പം പറയാണ്, അല്ലെങ്കിൽ ആ വൃദ്ധം പറയുന്നുണ്ട്, ഇല്ല, ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ രാത്രി എന്ത് ചെയ്യും? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വളരെ ലളിതമായൊരു ഉത്തരമുണ്ട്, രാത്രികളായിട്ട് തന്നെ നിൽക്കട്ടെ. നൈറ്റ്സ് ആർ മെന്റ് ടു ബി നൈറ്റ്സ്. അപ്പോൾ അതുമൊക്കെ എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിലൊരു ആത്മീയമായ ഒരു ശീലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഈ രാവുകളെ കാണുന്നതല്ലായിരിക്കും രാത്രികൾ. ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയാണ് രാവുകൾ. വേദപുസ്തകം വായിക്കാനും ഇരുട്ടിലേക്ക് നോക്കിയിരിക്കാനും ഇരുട്ടിനെയൊക്കെ അഭിമുഖിക്കുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഈ വെളിച്ചത്തിൽ മാത്രം ഓരോ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ലോകത്തിലെ ഭംഗിയുള്ള ധ്യാനങ്ങളൊക്കെ ഈ ഇരുട്ടുമായി ബന്ധപ്പെട്ട. ഇരുട്ടിനെ കാണാൻ, ഇരുട്ടിനെ അഭിമുഖിക്കാനും, സഖിയെ ചേർത്ത് പിടിക്കാനും, കുഞ്ഞുങ്ങളെ മടിയിൽ കിടത്തി ഇങ്ങനെ പാട്ട് പാടിക്കൊടുക്കാനും, ഒരു അധ്യാപകനാണ് നിങ്ങളെങ്കിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും, ഒരു ഡോക്ടറാണെങ്കിൽ പുതിയ മെഡിക്കൽ ജേർണലുകൾ വായിക്കാനും ഒക്കെ വേണ്ടിയുള്ള രാവ് കുറേ കൂടി ആ സർഗാത്മകതയും വിശ്രമത്തിൻ്റെ ഇടമാവട്ടെ. ഇത്തിരി വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. യേശു ഈ മനുഷ്യരോട് പറഞ്ഞ കാര്യം അതാവട്ടെ ഈ രാത്രിയിലെ നമ്മുടെ ഒരു ധ്യാന വിചാരം. മനുഷ്യന് ഒരു മറുപിറവി സാധ്യമാണ്. ആ പേരിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സേതുവിൻ്റെ ഒരു നോവൽ വന്നിട്ടുണ്ട്, കൊടുങ്ങല്ലൂരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടൊരു പുസ്തകം. ആ മറുപിറവി എന്ന് പറഞ്ഞൊരു വാക്ക്, അത് ഉണ്ടാക്കുന്ന അനുരണനങ്ങളാണ്. എല്ലാ സംസ്കാരങ്ങളിലും ഇത്തരം മറുപിറവികളെക്കുറിച്ച് മനുഷ്യർ സങ്കല്പിച്ചിട്ടുണ്ട്. അതൊരു ഒരു പുതിയ വാക്കൊന്നുമല്ല. പക്ഷെ അതിന് ഇത്രയും ഷാർപ്പായിട്ട് ഉപയോഗിക്കുന്ന യേശുവാണ് തോന്നുന്നു. വീണ്ടും പിറക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് മേഖലയിലും ആർക്കും എടുക്കാവുന്ന ഗൗരവമായ ഒരു ക്ഷണമാണ്, ഗൗരവമായൊരു നിർദ്ദേശമാണ്. എന്തുമാത്രം തലങ്ങളിൽ വീണ്ടും പിറവി സാധ്യമാണ്. വ്യക്തികൾക്ക് സംഭവിക്കുന്ന ശുദ്ധീകരണം, മാനസാന്തരങ്ങൾ, ജീവിതത്തിൽ അവരെടുക്കുന്ന യൂട്ടേണുകൾ, വെറുത്തവരെ അവർ ചേർത്ത് പിടിക്കുമ്പോൾ, പഠിക്കാത്ത കുട്ടികൾ ഇത്തവണ പ്രോഗ്രസ് കാർഡിൽ നല്ല മാർക്ക് നേടുമ്പോൾ ഒക്കെ ഇങ്ങനെ വീണ്ടും പിറവി. അടുത്ത കാലത്തായിട്ട് ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ പരസ്യം കണ്ടു, ഇംഗ്ലീഷിൽ വീണ്ടും പിറക്കാനായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ. അത് നല്ലൊരു യൂസേജ് ആയിട്ടുണ്ട് ഈ വീണ്ടും പിറക്കുക എന്ന് പറയുന്നത്. വിശേഷിച്ചും എന്തുമാത്രം വീണ്ടും പിറവികളുടെ കഥകളാണ് ഈ ലോകം മുഴുവൻ. നമ്മൾ ഈ വിശുദ്ധരെന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ
ഒക്കെ ഒരു ചരിത്രം എടുത്ത് നോക്കുക. വീണ്ടും പിറവിയുടെ ചരിത്രം. ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെൻറ്റ് അഗസ്റ്റിൻ തന്നെ. വായിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് സെൻറ്റ് അഗസ്റ്റിൻ്റെ കൺഫെഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് എന്തുമാത്രം ഇങ്ങനെ അകന്നു പോകാൻ പറ്റുമോ അത്രയും അകന്നു പോയൊരു മനുഷ്യൻ എന്തുമാത്രം യേശുവിനോട് അടുത്ത് എന്നുള്ളതിൻ്റെ ഒരു പക്ഷേ വിശ്വോത്തരമായ സാക്ഷ്യമാണ്. ആദ്യ നൂറ്റാണ്ടുകളിലുള്ള മനുഷ്യൻ്റെ പേരാണല്ലോ സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്നത്. കൺഫെഷൻ എന്നൊക്കെ പറയണം. ഇതൊക്കെ വീണ്ടും പിറവിയുടെ കഥയാണ്. അങ്ങനെ വീണ്ടും പിറന്ന ദിനങ്ങളിൽ ഇയാളുടെ ചങ്ങാതിക്കൂട്ടം ഇയാളെ കാണുമ്പോൾ ഈ മനുഷ്യൻ ഇവരെ ശ്രദ്ധിക്കാതെ നടന്നു പോകും. അവർ വിളിച്ച് പറയുന്നുണ്ട്, അഗസ്റ്റിൻ ഇത് ഞങ്ങൾ പഴയ ഞങ്ങളാണ്. അപ്പോൾ അഗസ്റ്റിൻ അവർക്ക് കൊടുക്കുന്നൊരു ഉത്തരമുണ്ട്, ഞാൻ പഴയ അഗസ്റ്റിനല്ല. അത്രയും ഇങ്ങനെ ജീവിതത്തിനകത്തുനിന്ന് ഇങ്ങനെ അവരൊരു പുതിയൊരു അധ്യായം ഉണ്ടാക്കി. ഇന്നലകളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിധത്തിൽ അതിൻ്റെ പാലം തകർത്തുകൊണ്ട് അവരവരുടെ വർത്തമാനത്തെ ഭംഗിയായിട്ട് ജീവിച്ചെടുത്തു. ഈ വർഷം തന്നെ ചിന്മയ മിഷൻ അതിൻ്റെ ആചാര്യൻ്റെ 100ാം ജന്മദിനം ആഘോഷിക്കുക. ചിന്മയാനന്ദ സ്വാമികളുടേത്. പത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കുറിപ്പുകൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം പൂർവാശ്രമം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തീരെ ആഴമില്ലാത്ത ഒന്നായിരുന്നു. കൊച്ചു കൊച്ചു കൗതുകങ്ങളിലും മമതകളിലും ഒക്കെ മുങ്ങിപ്പോയ ഒന്നായിരുന്നു. പക്ഷേ സന്യാസത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും താൻ സന്യാസ ദീക്ഷ സ്വീകരിച്ച രാത്രിയിൽ അദ്ദേഹം എഴുതുകയാണ്, ഇത് ഞാൻ പഴയ ആളല്ല. ഇന്നലെ വരെ എൻ്റേതെന്ന് കരുതിയിരുന്ന മാനസികവും ശാരീരികമായ പ്രത്യേകതകൾ ഇനി എൻ്റേതല്ല, എൻ്റെ ഭാഗമില്ല. ഒരുതരം ഉറയൂരിൽ കണക്കാം. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ സന്യാസം സ്വീകരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണെന്ന് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കരയിൽ നിന്ന് ഇവർ നീന്തി മറുകരയിലേക്ക് ചെല്ലും. മറുകരയിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഉടുത്തിരുന്ന വസ്ത്രം അതേ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുക്കി വിടും. എന്നിട്ട് നഗ്നരായി മറുകരയിലേക്ക് കയറുമ്പോൾ അവിടെ അവർ സ്വീകരിക്കാനായിട്ട് അവരുമായി ബന്ധപ്പെട്ട ആശ്രമത്തിൽ അംഗങ്ങളുണ്ടാവും, ആചാര്യന്മാരുണ്ടാവും. പുതിയ വസ്ത്രം കൊണ്ട് ഈ മനുഷ്യനെ പുതപ്പിക്കും. ആ പുഴയിൽ ഒഴുകിപ്പോകുന്നത് അവരുടെ ഈറൻ വിഴുപ്പ് വസ്ത്രമല്ല, മറിച്ച് അവരുടെ ഭൂതകാലം, ഭംഗിയില്ലാത്ത ഭൂതകാലം. അപ്പോൾ മനുഷ്യന് ഏതൊരു കാലഘട്ടത്തിനകത്തും തൻ്റെ ഭംഗിയില്ലാത്ത ഭൂതകാലങ്ങളെ ഉപേക്ഷിച്ചിട്ട് വർത്തമാനത്തെ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റും. മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു പക്ഷേ യേശു ഭൂമിക്ക് കൊടുത്ത ഏറ്റവും നല്ല സുവിശേഷങ്ങളിലൊന്ന്. ഒരു മകനക്കണക്ക് തന്നെ ഞാൻ കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു 6 വർഷം മുമ്പ് ഒരു വിദ്യാരംഭ ദിനത്തിന് രാവിലെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറയാൻ പോവുകയാണ്, അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കരുത്. ഓ ചിരിക്കാതിരിക്കാൻ നോക്കാം. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പാത്രത്തിൽ അരിയുമായിട്ട് നിലത്തിരിക്കുക, എനിക്ക് എൻ്റെ ആദ്യാക്ഷരം പറഞ്ഞു തരിക. ആ സമയത്ത് ആ മകൻ ഇങ്ങനെ റിസർച്ച് ചെയ്യാനുള്ള തുടക്കത്തിലൊക്കെ ആയിരുന്നു. റിസർച്ച് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തിനു വേണ്ടിയാണ് ഈ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് പറയണം? എഴുതിയതൊക്കെ ഭംഗിയില്ലെന്ന് തോന്നുമ്പോൾ ഏതോ ഒരു കരുണയുടെ മഷിത്തണ്ട് കൊണ്ട് എഴുതിനൊക്കെ തുടച്ചു മാറ്റിയിട്ട് ഓരോരുത്തരിങ്ങനെ ആദ്യം തൊട്ട് എഴുതി തുടങ്ങണ്ടേ? ഇതൊക്കെയല്ലേ ശരിയായ പുതിയ പിറവി? അത് അവർക്കും അവരുടെ പരിസരത്തിനും കൊടുക്കുന്ന ഒരു ഹർഷം. അതിങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല. പിന്നെ സ്വാഭാവികമായിട്ട് ആ ദേശങ്ങൾക്ക് ഇങ്ങനെ പിറവി ആവശ്യമുണ്ട്. അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൊട്ട് മുമ്പ് ഈ ദശകങ്ങളുടെ ആരംഭങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക്. ഇത്രയും കാലം ലോകത്തെ ഏതൊക്കെയോ ഇടങ്ങളിൽ മനുഷ്യരിങ്ങനെ ഏകാധിപതികൾക്ക് കീഴ്പ്പെട്ട് അവരുടെ മുഖത്തിന് കീഴ്പ്പെട്ട് ജീവികളെ കണക്ക് ജീവിച്ച ഇടങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ മനുഷ്യനിൽ ജനാധിപത്യ ബോധം വരുന്നു, ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ കലഹങ്ങൾ വരുന്നു. ഇതൊക്കെ വീണ്ടും പിറവിയുടെ ഭാഗങ്ങളല്ലേ? തകർന്നുപോയ ദേശങ്ങളിൽ വീണ്ടും പിറവികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. യുദ്ധം തകർത്ത് കളഞ്ഞ ജപ്പാൻ, നിരന്തരമായിട്ടിങ്ങനെ ഭൂകമ്പങ്ങളും നിരന്തരമായ ഇങ്ങനെ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ദേശം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും നല്ല വീണ്ടും പിറവിയുടെ ദേശത്തിൻ്റെ സാക്ഷ്യമാണ്. കാലത്തിന് വീണ്ടും പിറവി ആവശ്യമുണ്ട്. ഓരോ ദേശങ്ങളിൽ സംഭവിക്കുന്ന നവോത്ഥാനങ്ങൾ ഒക്കെ വീണ്ടും പിറവി. ഈ ദേശത്ത് തന്നെ ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭംഗിയുള്ള പിറവി, ഒരു സമൂഹത്തിലെ ഏറ്റവും വിഷമിച്ച ഒരു സമൂഹത്തിന് കൊടുത്ത ഒരു ഇച്ഛാശക്തി, അതൊക്കെ നിശ്ചയമായിട്ടും വായിക്കപ്പെടേണ്ടതല്ലേ? പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, വ്യക്തിക്കും ദേശത്തിനും കാലത്തിനുമൊക്കെ ഒരു വീണ്ടും പിറവി സാധ്യമാണ്. എന്നിട്ടും നിക്കോദേമോസിന് അതിനെക്കുറിച്ച് സംശയമുണ്ട്. നിക്കോദേമോസ് ചോദിക്കുകയാണ്, ഈ പ്രായത്തിൽ ഒരാൾക്ക് എങ്ങനെ വീണ്ടും പിറക്കാൻ പറ്റുക? ഏത് പ്രായത്തിലും ഒരാൾക്ക് വീണ്ടും പിറക്കാം. ഏത് പ്രായത്തിലും ഒരാൾക്ക് അയാളുടെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകാം. വീണ്ടും പിറവിക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും
ഋജുവായ അർത്ഥം എന്ന് പറയുന്നത് ഓരോരുത്തരും നിഷ്കളങ്കത വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, ഒത്തിരി അലഞ്ഞിട്ടുണ്ട്, ഒത്തിരി സങ്കീർണമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, ഒത്തിരി ചതിപ്പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നിഷ്കളങ്കത വീണ്ടെടുക്കുക? ഏതൊരു പ്രായത്തിലും ഒരാൾക്ക് അയാളുടെ നിഷ്കളങ്കത വീണ്ടെടുക്കാൻ പറ്റും. ഗോ ബാക്ക് ടു ഇന്നസെൻസ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ വീണ്ടും പിറവി എന്ന് പറയുന്ന വാക്ക് ഒരു പക്ഷേ മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ അവിടെയൊക്കെ വേറൊരു വാക്ക് യേശു ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ശിശുക്കളെ കണക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഈ ശിശുക്കളെ കണക്ക് തന്നെ ആകുന്നതിന് വിളിക്കുന്ന വാക്കാണ് ശരിയായ വീണ്ടും പിറവി. ഒരു ജീവിതത്തിൽ തന്നെ എത്ര മരണങ്ങൾ, എത്ര ജീവിതങ്ങൾ. ഇതര മതസംസ്കാരങ്ങളിൽ പുനർജന്മത്തിൻ്റെ കഥകളുണ്ട്. അത് ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം. എന്നാൽ ഇത് വളരെ ടാഞ്ചിബിളായൊരു സംഭവമാണ്. ഒരാൾക്ക് ഒരു ജന്മത്തിൽ തന്നെ സംഭവിക്കുന്ന പുനർജന്മങ്ങൾ. ചിലപ്പോൾ എല്ലായ്പ്പോഴും ഈ പുനർജന്മം എന്ന് പറയുന്ന, ഈ പറയുന്ന വീണ്ടും ജന്മങ്ങളെന്ന് പറയുന്ന, മറുപിറവി എന്ന് പറയുന്നത് ഒരു സബ്ലൈം ആവണമെന്ന് പോലും ഇല്ല. ചില മനുഷ്യരൊക്കെ ഭംഗിയായിട്ട് ആരംഭിച്ചിട്ട് വലിയ ഗർത്തങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചകളൊക്കെ ഈ ഒരു ചെറിയ പ്രായത്തിനുള്ള സാക്ഷ്യം വഹിക്കേണ്ട ബാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പിറവി എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഭംഗിയായിട്ട് സംഭവിക്കണമെന്ന് പോലും ഇല്ല. വളരെ പ്രശസ്തമായ കാഫ്കയുടെ നോവൽ കണക്ക്, മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന നോവൽ കണക്ക് രൂപാന്തരം ഗ്രിഗർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അല്ല പിന്നെ വന്ന് ഒരു വീടിനകത്ത് ചുരുങ്ങി, ഒരു കട്ടിലോട്ട് ചുരുങ്ങി, ഒടുവിൽ ആ പുസ്തകം തീരുമ്പോൾ, ആ ചെറിയ പുസ്തകം തീരുമ്പോഴേക്കും ഇയാളൊരു കൂറയായിട്ട് പരിണമിച്ചു പോയി. എന്നിട്ട് ആ കൂറയാണ്, ഒരു പാറ്റയാണ് ഈ പറഞ്ഞ കട്ടിലിൽ മരിച്ചു വീഴുക. അവിടേക്ക് അടിച്ചു വരുന്ന സ്ത്രീ പറഞ്ഞു, അതിനെടുത്ത് ചവറ്റുകൊട്ടലിട്ടിടുക. അതെന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. വലിയ ഭംഗിയുള്ള മനുഷ്യർ, കുലീനമായിട്ട് ചിന്തിച്ചിരുന്ന മനുഷ്യർ, പ്രകാശമുള്ള മനുഷ്യർക്കൊക്കെ അങ്ങനെയും ചില വീണ്ടും പിറവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ തന്നെ വൈശാഖൻ്റെ ഒരു കഥയുണ്ട്. നിരന്തരം വായിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒടുവിൽ ആ കഥ തീരുമ്പോഴേക്കും അയാളിങ്ങനെ പുസ്തകത്തിൽ ഇരട്ടവാലനായി മാറിയെന്നൊക്കെയാണ് പറയുക. അപ്പോൾ പരിണാമങ്ങൾ എപ്പോഴും ഭംഗിയുള്ളത് തന്നെ ആവണമെന്നില്ല. അത് പേടിപ്പെടുത്തുന്ന വിചാരം. ഡാവിഞ്ചിയെക്കുറിച്ച് പറയുന്ന കണക്ക് ഇങ്ങനെ ലാസ്റ്റ് സപ്പറിൻ്റെ പടം വരക്കാനായിട്ട് യേശുവിന് വേണ്ടി ഒരാളെ കണ്ടെത്തി, അത് വരച്ചു തീർത്തു. ഇങ്ങനെ ഓരോ മോഡൽസും തപ്പി ഇറങ്ങിയ അവസാനത്തത് ഇങ്ങനെ ഈ പറയുന്ന ജൂഡസിന് വേണ്ടിയുള്ള അന്വേഷണം. അപ്പോൾ ആ ജൂഡസിന് തപ്പിപ്പിടിച്ച് ഒരിടത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അത്രയും നമുക്ക് പേടി വരുന്ന, ഭയം വരുന്ന ഒരാളെ കൊണ്ടുവരുന്നു. അയാൾ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഈ സ്റ്റുഡിയോ പരിചയമുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ കുറേ കാലം മുമ്പ് യേശുവിന് വേണ്ടി മോഡലാക്കി എടുത്തിരുന്ന എന്നെ തന്നെ. നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യരുടെ ജീവിതം എവിടേക്കൊക്കെയാണ് ചാഞ്ഞു പോകുന്നത്. അപ്പോൾ ഭംഗിയുള്ള വീണ്ടും പിറവികൾ ഉണ്ടാവട്ടെ. മനുഷ്യന് വീണ്ടും പിറവി സാധ്യമാണ്. ഏത് പ്രായത്തിലും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ നിഷ്കളങ്കമായി സ്നിഗ്ധമായിട്ടൊക്കെ ഉള്ള ചർമ്മങ്ങളും ഒക്കെ ആയിട്ട് ഒരാൾക്ക് വീണ്ടും പിറക്കാൻ പറ്റും. അതാണ് ലോകത്തോട്, അവനവനോട് ഓരോരുത്തരും മന്ത്രിക്കേണ്ട ഏറ്റവും ഭംഗിയുള്ള സുവിശേഷം. യേശു പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിലുമാണ് ഈ വീണ്ടും പിറവി സംഭവിക്കേണ്ടത്. ജലം എന്ന് പറയുന്നത് നിങ്ങൾ ക്ലെൻസിങ്ങാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും കുറേ അഴുക്കിലൂടെ ചവിട്ടിയിട്ടുണ്ട്. ആരാ പറയുന്ന കണക്ക് ഈ ഭൂതകാലം എന്ന് പറയുന്ന വാക്ക് തന്നെ ഭയങ്കര പേടിപ്പെടുത്തുന്ന വാക്കാണ്. അതിങ്ങനെ വിഷമം പിടിപ്പിക്കുന്ന ഒന്നിൻ്റെ, ഭയപ്പെടുത്തുന്ന ഒന്നിൻ്റെയൊക്കെ പ്രതീകം കണക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലകൾക്ക് എന്തുമാത്രം പദങ്ങൾ ഉപയോഗിക്കാമായിരുന്നു, എന്നിട്ടും ഭൂതകാലം എന്ന വാക്ക് കണ്ടുപിടിച്ച ആളുടെ ബുദ്ധി. അപ്പോൾ ആ എല്ലാവർക്കും ഉണ്ട് വിഷമിക്കാനായിട്ട് കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്ലെൻസിങ് ആവശ്യമുണ്ട്. വ്യക്തിപരമായ റിപ്പൻറ്റൻസ്, കൂടുതലായ സ്നേഹം, അവിടുത്തെ കരുണയിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഇതൊക്കെ കൊണ്ട് ഇനിയും ഒരു ശുദ്ധീകരണം സാധ്യമാണ്. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആത്മാവിൻ്റെ ഒരു സ്നാനം ഉണ്ടാകുന്നു. ശുദ്ധിയും ശക്തിയുമുള്ള ജീവിതം സാധ്യമാണെന്നുള്ളതാണ് ഈ വീണ്ടും പിറവിയുടെ ശരിയായ പാഠം. പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും ഈ രാത്രിയിൽ ആ കഥ ചേർന്ന് നിൽക്കുന്നത് തോന്നിയത് കൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കഥ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആട് മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അയാൾ നാട്ടുകാർ പിടികൂടി. ആ ദേശത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് എന്ത് തെറ്റ് ചെയ്താലും അതിങ്ങനെ നെറ്റിയിൽ പച്ചകുത്തി വെക്കും. പിന്നെ ആരിൽ നിന്നും അത് മറച്ചു വെക്കുക എളുപ്പമല്ലോ. അങ്ങനെ
അയാളുടെ നെറ്റിയിൽ എസ് എന്ന് കുത്തി. ഷീപ്പെന്നോ സ്റ്റീലെന്നൊക്കെ അർത്ഥത്തിലായിരിക്കാം. എന്നിട്ടോ ആ ദിവസം തൊട്ട് ഇയാളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഇയാൾ പിന്നീട് ജീവിച്ചത് മുഴുവൻ ആടുകൾക്ക് വേണ്ടിയാണ്. ആടുകളുടെ ആ ദേശത്തെ ഏറ്റവും വലിയ പ്രൊട്ടക്ടറായി അയാൾ മാറി. ഇതിൻ്റെയൊക്കെ ഓരോരോ കുടിസ് വഴികൾ അറിയാവുന്നത് കൊണ്ട് അതൊക്കെ ഇയാൾ അടച്ചു. എന്നിട്ട് ആടുകൾക്ക് വേണ്ടി നിലനിന്ന് അയാൾ വയസ്സായി. അപ്പോഴും പ്രശ്നമുണ്ട്, നെറ്റിയിൽ കുത്തിയിരിക്കുന്ന ഈ എസ്. അതിങ്ങനെ ചുക്കിച്ചൊളിഞ്ഞ നെറ്റിയിലിങ്ങനെ കിടപ്പുണ്ട് മായാതെ. ചെറിയ കുഞ്ഞുങ്ങൾ അവരമ്മമാരോട് ചോദിക്കും, അമ്മ എന്താണ് ആ വല്യപ്പച്ചൻ്റെ നെറ്റിയിലെ എസ്സിൻ്റെ അർത്ഥം? അപ്പം അമ്മമാർ വല്യമായി നിലവിളിക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, മക്കളെ ആ എസ്സിൻ്റെ അർത്ഥമോ സെയിൻ്റ് എന്നാ. വി ക്യാൻ ചേഞ്ച് അവർ സ്ക്രിപ്റ്റ്. അതുതന്നെയാണ് ശരിയായ മറുപിറവി. ആമേൻ.